രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായ കോഴിക്കോട്ടും മലപ്പുറത്തും ജനസമ്പർക്ക റോഡ് ഷോ നടത്തും. അല്പസമയത്തിനകം തന്നെ കൊടിയത്തൂരിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാക്കളും റോഡ് ഷോയുടെ ഭാഗമാകും. 2 ദിവസം കൊണ്ട് 12 റോഡ് ഷോകളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. VS രഞ്ജിത്ത്, കൊടിയത്തൂരിലേക്ക് രാഹുൽ ഗാന്ധി എത്താറായോ? 10:30 സമയം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. സുജിയ, രാഹുൽ ഗാന്ധി താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നൊരു 15 മിനിറ്റിനകം ഇങ്ങോട്ട് എത്തേണ്ടതാണ്. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റിനകം തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. ഇതിപ്പോൾ കൊടിയത്തൂരിൻ്റെ ഭാഗമായിട്ടുള്ള തെയ്യത്തുംകടവ്, തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. മുക്കം കൊടിയത്തൂരിനടുത്തുള്ള തെയ്യത്തുംകടവ് പാലത്തിനോട് ചേർന്നാണ് നമ്മളുള്ളത്. ഇവിടെ തന്നെ ഈ നാട്ടുകാരൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ കൊടിയത്തൂർ ടൗണിലേക്കാണ് അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ടായിരിക്കുക. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരെല്ലാം, UDF പ്രവർത്തകരെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഇന്നും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റാലികൾ കോഴിക്കോടും മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറനാട്, വണ്ടൂർ, അതുപോലെ നിലമ്പൂർ, അതുപോലെ ഈ തിരുവമ്പാടി മണ്ഡലത്തിൽപ്പെട്ട ഭാഗങ്ങളിലായിരിക്കും രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നുണ്ടാവുക. ഇവിടുത്തെ റോഡ് ഷോ, അതിന് ഈ ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം അദ്ദേഹം ഏറനാട്ടെയും വണ്ടൂരിലെയും നിലമ്പൂരിലെയും വിവിധ ജനസമ്പർക്ക പരിപാടികളിൽ, അതായത് റോഡ് ഷോകളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും. ഇന്നലെ രാഹുൽ ഗാന്ധി വയനാട്ടിലായിരുന്നു. കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലുമുള്ള വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്നലെ വൈകിട്ടോടുകൂടി കോഴിക്കോട് കടപ്പുറത്ത് വലിയ റാലി ഉണ്ടായിരുന്നു. അതിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ 2ാം ദിവസത്തെ പര്യടനമാണ് ഇന്ന് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. കൊടിയത്തൂരിലെ തെയ്യത്തുംകടവ് പാലത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിച്ചേരും. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും അടക്കം UDFൻ്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ റോഡ് ഷോ ആരംഭിക്കുന്നതായിരിക്കും. റോഡ് ഷോ ആരംഭിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. 12 റോഡ് ഷോകളാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നടത്തുന്നത്. 2 ദിവസം കൊണ്ട്. ഇന്നലത്തെ പര്യടനം വയനാട് ജില്ലയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പെടുന്ന വയനാട് മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലാണ് റോഡ് ഷോ. കൊടിയത്തൂരിലേക്ക് അല്പസമയത്തിനകം തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാഹുൽ ഗാന്ധി എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും VS രഞ്ജിത്തിലേക്കും വരാം.